ജീവിതത്തിൽ ചില ഘട്ടങ്ങൾ വളരെയധികം അസാധ്യമായിട്ട് തോന്നാറില്ലേ? നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോയ പോലെ, സ്വപ്നങ്ങളെല്ലാം ചിതറിത്തെറിച്ച പോലെ, സഹായത്തിന് ആരുമില്ല, ആരുടെയും പിന്തുണയില്ല, വേദനയും പരിഹാസവും മാത്രം. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാലത്ത് ജീവിതം മടുത്ത പോലെയും മരണത്തേക്കാൾ സുന്ദരമായ സുഖം ഇല്ലെന്നൊക്കെ തീരുമാനമെടുക്കുന്ന നിമിഷങ്ങളില്ലേ? എല്ലാ സഹനത്തിനുമൊടുവിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അതെല്ലാവർക്കും ഉണ്ടാകും. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത കാലത്തു പോലും ഈ ഒരു സമയവും കടന്നു പോകും. ദൈവം നമുക്കൊക്കെ വേണ്ടി വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ശക്തമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വിശ്വാസം മാത്രം പോരാ, മനസ്സ് പോസിറ്റീവാക്കി വെക്കണം. വേദനയിൽ നിന്നും പ്രതീക്ഷ കാണാൻ പറ്റണം, നിശബ്ദതയിൽ നിന്നും ശക്തി കണ്ടെത്താൻ പറ്റണം. അതിലും പ്രധാനമായി ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം. എന്ത് കഷ്ടമാണ്, ഇത് എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ വന്നത് എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്തു വന്നാലും ഞാനതിനെ നേരിടുമെന്ന ആ ഒരു മനോഭാവം, അതാണ് നമുക്ക് വേണ്ടത്. എന്നെ സംബന്ധിച്ച് ദൈവവിശ്വാസമാണ് എനിക്ക് കരുത്ത് നൽകിയത്. എൻ്റെ മനസ്സാണ് കൃത്യമായ ഡയറക്ഷൻ നൽകിയത്. എൻ്റെ ആറ്റിറ്റ്യൂഡാണ് വീഴാതെ ഉയരാൻ സഹായിച്ചത്. എപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ സഹിക്കാൻ കഴിയാത്ത പെയിൻ, മെൻ്റൽ പ്രഷർ, മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ, ആ സമയത്തൊക്കെ ഞാൻ എന്നോട് തന്നെ മന്ത്രിച്ചു, എവറി പ്രോബ്ലംസ് ആസ് എ സൊല്യൂഷൻ. ഈ ഒരു പ്രശ്നവും നമുക്ക് മറികടക്കാൻ കഴിയും. എനിക്ക് കഴിയണം, എനിക്കേ കഴിയൂ. ഇപ്പോൾ നിങ്ങളാണ് ഇത്ര പ്രതികൂലമായ ഘട്ടത്തിലൂടെ പോകുന്നതെങ്കിൽ ജസ്റ്റ് റിമെമ്പർ, നിങ്ങളുടെ മനസ്സ്, മനോഭാവം, ദൈവവിശ്വാസം നന്നായി ഉറപ്പിച്ചോ. നിങ്ങളെ തടുക്കാൻ ഈ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. യെസ്, വിത്ത് ദ റൈറ്റ് മൈൻഡ് സെറ്റ്, സ്ട്രോങ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഡീപ് ഫെയ്ത്ത് ഇൻ ഗോഡ്, യു ആർ അൺസ്റ്റോപ്പബിൾ.